Okay. Last class നമ്മൾ ഈ ഒരു ന്യൂമറിക്കലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. Okay, find the step response of h of s is equal to 10 by s square plus 6s plus 10. Okay, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ മുന്നേ ചെയ്തിരിക്കുന്ന അതേ വേ തന്നെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ബട്ട് എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിനോമിനേറ്റർ നോക്കിയാൽ മനസ്സിലാവും എന്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇന്നലെ ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഈ ഒരു equation നോക്കുക. What is y of s? Y of s is equal to 10 by s into s square plus 6x plus 10. Okay, ഇതിൽ ഡിനോമിനേറ്ററിലുള്ള ഈ ക്വാഡ്രാറ്റിക് ടേം ഫാക്ടേഴ്സ് ആക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാം. ഡിനോമിനേറ്ററിൽ ക്വാഡ്രാറ്റിക് ഫോം ആണെങ്കിൽ അതിനെ പാർട്സ് ആക്കി ബൈ പാർട്സ് ചെയ്ത് 2 ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. പറ്റില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ടേംസിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഈ രീതിയിൽ എഴുതണം. ദാറ്റ് ഈസ് a by s plus then quadratic in the term bs plus c divided by s square plus 6s plus 10. Okay, ഈ രീതിയിൽ എഴുതണം. bs plus c ആ രീതിയിലേക്ക് എഴുതണം. ഓക്കെ, അതാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. ദെൻ ആ സ്റ്റെപ്പ് വേറെ എങ്ങനെ വരുന്നത് ഇവിടെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, we get y of s is equal to h of s into x of x, that is equal to what is the value? 10 by s into s square plus 6s plus 10. Okay, this is y of s. Here, നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ടേംസ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ we can write a by s plus bs plus c divided by s square plus 6x plus 10. Okay, quadratic form s square plus 6x plus 10 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, ഫാക്ടേഴ്സ് ആക്കാൻ പറ്റില്ല. സോ നമുക്ക് ഇതുപോലെ എഴുതാം bs plus c. Okay, then നമ്മുടെ നോർമൽ സ്റ്റെപ്പ് തന്നെ എന്തെഴുതാം? ന്യൂമറേറ്റേഴ്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ we can write അല്ലെങ്കിൽ ഇതിനൊന്നും കൂടി ഒരു സ്റ്റെപ്പ് കൂടി എഴുതിക്കോ. 10 by s into s square plus 6x plus 10 that is equal to a into s square plus 6x plus 10. രണ്ട് ഇവിടെ ഫ്രാക്ഷൻസ് ഉണ്ട് അല്ലേ? a by s plus bs plus c divided by ആ ക്വാഡ്രാറ്റിക് ടേം ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് രണ്ടും ആ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ we can write a into this quadratic term plus bs plus c that is into s. Okay, cross multiply ചെയ്യാണ്. And denominator s square plus 6x plus 10 into s. Okay, so denominators രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാണ്. നമ്മൾ ന്യൂമറേറ്റേഴ്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 10 equal to a into s square plus 6x plus 10 plus bs plus c into s. Okay, ഇതുപോലെ വരും. ഇനി ഈ സ്റ്റെപ്പ് നെക്സ്റ്റ് എന്താണ്? നമുക്ക് ഇവിടുത്തെ എയുടെയും ബിന്റെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നോർമലി ചെയ്യുന്നത് എസിലെ ഡിഫറെന്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കണ്ടുപിടിക്കുകയാണ്. ബട്ട് ഇവിടെ ക്വാഡ്രാറ്റിക് ടേംസ് വരുന്നത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇക്വേഷനിലെ എല്ലാ ടേംസും മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഈ എ കൊണ്ട് ഈ ഇക്വേഷൻ മൊത്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഐ മീൻ ആ ടേംസ് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ ബി എസ് പ്ലസ് സി എസ് കൊണ്ട് ഈ ഓരോ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ ടേമും സെപ്പറേറ്റ് എഴുതാം. ഓക്കെ, അപ്പം we can write as square plus 6as plus 10a plus bs into s bs square plus cs. Okay, ഇതുപോലെ എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വേണമെന്ന് വെച്ചാൽ എസിന്റെ സെയിം പവേഴ്സ് വരുന്ന ടേംസിനൊക്കെ ഒന്നിച്ചെടുക്കാം. ഹിയർ എ എസ് സ്ക്വയർ ഉണ്ട്, ബി എസ് സ്ക്വയർ ഉണ്ട്. സോ നമുക്ക് എക്സ് സ്ക്വയർ കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് ഹിയർ 6as ഉണ്ട്. Here 6as ഉണ്ട് ആൻഡ് ഇവിടെ cs ഉണ്ട്. സോ എസിന്റെ ടേംസ് ഒക്കെ ഒന്നിച്ചെടുക്കാം. സോ എസ് കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ 6a plus c. ഓക്കെ, ആൻഡ് ഫൈനലി 10a left 10a. ഓക്കെ, സോ 10 is equal to s square into a plus b plus 6 s into 6a plus c plus 10a. ഈ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ we have to equate the coefficients. ഓക്കെ, ഇവിടെ സെയിം എസിന്റെ സെയിം പവേഴ്സിൽ വരുന്ന ടേംസിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അതിന്റെ ഹയർ പവർ ഏതാണ്? സ്ക്വയർ ആണ് അല്ലെ? എസ് സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ എസ് സ്ക്വയറിന്റെ
കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാൻ മീൻസ് ആ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ എസ് സ്ക്വയറിന്റെ ടേം ഉണ്ട് അല്ലെ, അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എ പ്ലസ് ബി ആണ്. ബട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എസ് സ്ക്വയർ എന്ന് പറയുന്ന ടേംസേ ഇല്ല. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻസിൽ അതിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് എ പ്ലസ് ബി ഈക്വൽ ടു 0. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എ പ്ലസ് ബി ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അങ്ങനെ ഒരു ടേം ഇല്ല, സോ എ പ്ലസ് ബി ഈക്വൽ ടു 0. ഓക്കെ, ദെൻ നമുക്ക് എസിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ 6a പ്ലസ് സി. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ 6a പ്ലസ് സി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കി അവിടെ എസിന്റെ ടേംസ് ഒന്നും ഇല്ല, സോ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. ഓക്കെ, ദെൻ നമുക്ക് കോൺസ്റ്റന്റ് ടേം ആണുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ 10a ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 10 ഉണ്ട്. ഓക്കെ, 10a ഈസ് ഈക്വൽ ടു 10. ഇതാണ് 3 ഇക്വേഷൻസ് നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, then from third equation we can write a is equal to 10 by 10, that is equal to 1. Okay, third equation or unknown, so നമുക്ക് a value find out ചെയ്യാം, that is equal to 1. Okay, then substitute this value of a in equation number 1 and 2 to find the values for b and c. Okay, so നമ്മൾ 1 ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ a ന്റെ വാല്യൂ 1 ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ we can write 1 plus b is equal to 0. Therefore b is equal to what? b is equal to minus 1. Okay, if we substitute the value of a in equation number 2, then we can write 6 into 1 plus c equal to 0. That is 6 plus c equal to 0. Finally, we will get c equal to minus 6. Okay, so a and b and c and values കിട്ടി. a is equal to 1, b is equal to minus 1 and c is equal to minus 6. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ക്വാഡ്രാറ്റിക് ടേംസ്, നമുക്ക് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ടേംസ് ഡിനോമിനേറ്റേഴ്സിൽ വരികയാണെങ്കിൽ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം? ഇതുപോലെ അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതി അതിന്റെ സെയിം പവേഴ്സിൽ വരുന്ന ടേംസിനെ കോമൺ ആക്കി എടുത്ത് എഴുതി ദെൻ അതിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. പിന്നെ ദെൻ സിമിലർ മെത്തേഡ്സ്, if we get the values from a, b and c, then substitute these values in this equation. Okay, values ഒക്കെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് y of t കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ചെയ്തോളില്ലേ? ആ ടേംസ് നിങ്ങൾക്ക് അറിയുന്ന ടേം ആണ്. ഓക്കെ, നമുക്ക് അതുകൂടി ചെയ്യാം. സോ നമുക്ക് ഫൈനലി എന്ത് എഴുതാൻ പറ്റും? y of s is equal to 1 by s, because a by s ആണ്, a ന്റെ വാല്യൂ എത്രയാണ്? 1. ഓക്കെ, 1 by s പ്ലസ് b s പ്ലസ് c ആണ്, b ന്റെ വാല്യൂ എത്രയാണ്? മൈനസ് 1. ഓക്കെ, മൈനസ് 1 ഇൻറ്റു എസ് എത്രയാണ്? മൈനസ് s. ഇപ്പൊ ബി എസ് ആയി, ബി എസ് പ്ലസ് സി എന്നാണ്, സിയുടെ വാല്യൂ എത്രയാണ്? മൈനസ് 6. സോ മൈനസ് എസ് മൈനസ് 6 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 6 പ്ലസ് 10. ഈ രീതിയിലാണ് ആ ഒരു ഫോം വന്നത്. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് സൈൻ ഒക്കെ ഔട്ട്സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ, രണ്ട് നെഗറ്റീവ് സൈൻ ഉണ്ട്, അത് ഔട്ട്സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ 1 by s മൈനസ് എസ് പ്ലസ് 6 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 6 പ്ലസ് 10 എഴുതാം. ഓക്കെ, ഇനി 1 by s ന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ബട്ട് ഈ 6 പ്ലസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 6s പ്ലസ് 10 ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഇനി ഐഡിയ? നമുക്ക് ഈ ടേമിനെ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ടേമിലേക്ക് മാറ്റാൻ ആ ടേബിൾ ഓർമ്മിക്കുക. നമ്മൾ ഓൾറെഡി ഒരു ടേബിൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിലുള്ള ഏതെങ്കിലും ഒരു ടേമോ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ റിലേറ്റ് ചെയ്ത് ആ ഇക്വേഷനെ മാറ്റി എഴുതാൻ പറ്റുവാണെങ്കിൽ, ഈ ഒരു ടേമിനെ മാറ്റി എഴുതാൻ പറ്റുവാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഈ എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 10നെ എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 10നെ നമുക്ക് മാറ്റിയിട്ട് എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 എഴുതി കൂടെ? എന്താണ് എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ? എസ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എസ് ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് 1 അല്ലെ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. So this can be written like s square plus 2 into s into 3, that is 6x plus 9 plus 1, that is equal to what? s square plus 6x plus 10. Okay, so s square plus 6x plus 10 എന്നുള്ള ടേമിനെ we can write it as s plus 3 whole square plus 1. Okay, ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം.
അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കണം, നമുക്ക് ഓൾറെഡി അറിയുന്ന ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ, ആ രീതിയിലൊക്കെ അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മാറ്റിയിട്ട് s+6 ഡിവൈഡഡ് ബൈ s+3 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഫോമിലേക്ക് എഴുതാം. Then 1 s+6നെ സ്പ്ലിറ്റ് ചെയ്ത് s+3 എഴുതാം അല്ലേ? 3+3 ആണ് 6. സോ s+3 ഡിവൈഡഡ് ബൈ s+3 ഹോൾ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ s+3 ഹോൾ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഈ s+6നെ സ്പ്ലിറ്റ് ചെയ്ത് s+3+3 എഴുതി. സോ അത് നമുക്ക് ഈ രീതിയിലേക്ക് ടേംസ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. Okay, then ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് നോക്കിയേ. y of t is equal to inverse Laplace transform of y of s, that is equal to L inverse of 1 by s minus s+3 divided by s+3 whole square plus 1 square. 1 square ആണെങ്കിലും 1 ആണെങ്കിലും 1 തന്നെയാണ് അല്ലേ വാല്യൂ. സോ നമുക്ക് 1 square എന്ന് എടുക്കാം. Plus 3 divided by s+3 whole square plus 1 square. Okay, what is the L inverse of this term? What is L inverse of 1 by s? L inverse of 1 by s is 1. Okay, because Laplace transform of Laplace transform of 1 is 1 by s. Okay, so L inverse of 1 by s is 1. And ഈ ഒരു ടേമിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? s+3 ഡിവൈഡഡ് ബൈ s+3 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഈ ഒരു ടേമിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? ആ ടേബിള് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞേ ഏതാണ്? What is the value of L inverse of s+3 divided by s+3 whole square plus 1 square? What is L inverse of s by s square plus a square? S by s square plus a square. ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? യെസ്, cos at അല്ലേ, cos at. സോ ഈ എസിന് പകരം s+3 ഇവിടെ വന്നു. s+3 വന്നാൽ എന്താണ്? അതിന്റെ കൂടെ ഒരു e⁻³ കൂടി വന്നില്ലേ? ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് s+3 വരികയാണെങ്കിൽ e⁻³ വന്നു. ഓക്കെ, ഇവിടെ എക്ക് പകരം എന്താണ്? 1 ആണ്. സോ നമുക്ക് ഈ ടേമിനെ എങ്ങനെ എഴുതാം? -e⁻³ ഇൻറ്റു cos t എഴുതിക്കൂടെ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇവിടെ s by s square plus a square means എന്താണ്? cos at ആണ്. Instead of a here 1 comes. Okay, so cos t. Instead of s here s+3 comes. So നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടുന്ന വാല്യൂന്റെ കൂടെ e⁻³ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. So L inverse of s+3 divided by s+3 whole square plus 1 square is equal to e⁻³ into cos t. Okay, is it clear? Okay ആണോ? Okay. Then what is L inverse of 3 by s+3 whole square plus 1 square? 3 by s+3 whole square plus 1 square. Here 3 can be taken as a constant. So 3 into what is a by s square plus a square? Inverse Laplace transform of a by s square plus a square എന്താണ്? s by s square plus a square ആണെങ്കിൽ അത് cos at. Then what is a by s square plus a square? Yes, sin at. Okay, sin at. ഇവിടെ എന്താണ്? s+3 ആണ് അല്ലേ? So we have to multiply e⁻³ with that term. So 3 into e⁻³ into sin t. Okay, this whole value into u. Okay, because specifically arrows തന്നിട്ടില്ല, so we take the signal as a right-sided signal. So the output y of t or final result should be multiplied with the u of t. Okay, ഇവിടെ എങ്ങനെയാണ് വന്നത്? 3 constant ആയി പുറത്തെടുത്തു, then 1 by 3 square
1 സ്ക്വയർ. ഇവിടെ a 1 ആണ് അല്ലേ? സോ sin t ഈ h plus 3 ഉള്ളതുകൊണ്ട് e raised to minus 3 sin t ആൻഡ് ഔട്ട് സൈഡിൽ ഒരു 3 ഉണ്ട്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഇത് ക്ലിയർ അല്ലേ? ഓക്കെ ബോയ്സ്, ഡിനോമിനേറ്ററിൽ ക്വാഡ്രാറ്റിക് ടേം വരുവാണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ ചെയ്യണം? ക്ലിയർ അല്ലേ? ആയിട്ട് കുറച്ച് കൂടുതൽ നോക്കണം. നോട്ടിലും കുറച്ച് തന്നിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇത് ക്ലിയർ ആണ്. ദെൻ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ തന്നെ ഒറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ അനാലിസിസ് ഓഫ് എലക്ട്രിക് സിസ്റ്റം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വരുന്ന ഈ ടേമിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു സർക്യൂട്ട് കിട്ടിയാൽ അത് എങ്ങനെ അനലൈസ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അതൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ consider a linear causal time invariant system. A linear causal time invariant system as shown in figure. As shown in figure. Determine the output voltage. Determine the output voltage. Determine the output voltage V0 of t, V0 of t for a unit step input. For a unit step input. Okay, assume no initial charge in capacitor. Assume no initial charge in capacitor. Okay. Okay, ഇതൊരു application level question ആണ്. Okay, consider linear causal time invariant system as shown in figure. Determine the output voltage V0 of t. For a unit step input, assume the initial charge in capacitor is 0. Or assume no initial charge in capacitor. Okay, and the circuit is resistance value is 1 ohm, capacitance value is 2 farad. Okay, and this is V out. This we have to be calculated. Okay, and this is Vi of t input. Plus minus. This is a circuit. Okay, so write down this question and draw the circuit. Here t equal to 0. Input voltage is Vi of t and output voltage is V0 of t. Okay, the question is to find the output voltage V0 of t for a unit step input. And assumption is given that there is no charge in the capacitor.
ഓക്കെ, ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്തോ? ഓക്കെ, സോ എന്താ പറയുന്നത്? നമുക്ക് ഇവിടെ ഒരു ലീനിയർ കോസൽ ആൻഡ് ടൈം ഇൻവാരിയന്റ് സിസ്റ്റം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ലീനിയർ കോസൽ ടൈം ഇൻവാരിയന്റ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്താ നോക്കേണ്ടത്? ആ കണ്ടീഷൻസ് ഒക്കെയാണ് അല്ലെ. LTI സിസ്റ്റം ആണ് ആൻഡ് ഇറ്റ് ഓൾസോ കോസൽ ആണ്. കോസൽ ആണെങ്കിൽ ഇറ്റ് ഇസ് റൈറ്റ് സൈഡഡ് സിഗ്നൽ ആയിരിക്കും, അവിടെയുള്ള സിഗ്നൽസ് റൈറ്റ് സൈഡ് സിഗ്നൽസ് ആയിരിക്കും. പിന്നെ LTI സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് തന്നു. ഇപ്പൊ ഡയറക്റ്റ് LTI സിസ്റ്റം ആൻഡ് റൈറ്റ് സൈഡഡ് സിഗ്നൽസ് ആർ റൈറ്റ് സൈഡ് ഒന്നും തന്നിട്ടില്ല അല്ലെ. ലീനിയർ കോസൽ ടൈം ഇൻവാരിയന്റ് സിസ്റ്റം എന്നാണ് തന്നത്. സോ നമ്മളത് മനസ്സിലാക്കുക. ഇറ്റ് ഇസ് എൻ LTI സിസ്റ്റം ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് എ കോസൽ സിസ്റ്റം. ഓക്കെ, ROC നമ്മൾ ജസ്റ്റ് ഫൈനൽ ആൻസറിന്റെ കൂടെ എഴുതുന്നത് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് U of t. ഓക്കെ, അത് നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ദെൻ നെക്സ്റ്റ് എന്താണ്? വി ഹാവ് ടു ഡിറ്റർമൈൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 of t. ഓക്കെ, ദിസ് വോൾട്ടേജ് V0 of t ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് എന്താണ് V0 of t ഫോർ ഇൻ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് സിഗ്നൽ X of t എന്താണ്? ഹിയർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ X of t തന്നിട്ടുണ്ട് അല്ലെ. X of t എന്താണ്? X of t is equal to U of t ആണ് അല്ലെ. യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് തന്നിട്ടുണ്ട്. ഒന്നും സ്പെസിഫിക് ആയിട്ട് X of t is equal to U of t തന്നിട്ടില്ല, ബട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം അല്ലെ. അപ്പൊ ഇതെന്താ പറയുന്നത്? നമ്മൾ ഇൻപുട്ട് ആയിട്ട് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? വാട്ട് ഇസ് V0 of t? അതാണ് ക്വസ്റ്റ്യൻ. സോ വി ക്യാൻ റൈറ്റ് X of t is equal to what? That is U of t. Okay, so here we have to find V of t. ഓക്കെ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ നമുക്ക് ഈ ഒരു സർക്യൂട്ട് എങ്ങനെ P of t കണ്ടുപിടിക്കാം? നിങ്ങളെ സിമ്പിൾ സെൻസ് യൂസ് ചെയ്ത് നിങ്ങളൊന്ന് പറഞ്ഞേ. നമുക്കിപ്പോൾ ഇതുപോലെ ഒരു സർക്യൂട്ട് കയ്യിൽ തന്നിട്ടുണ്ട്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ്. അതിലൊരു റെസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. റെസിസ്റ്റൻസ് വാല്യൂ 1 ohm ആണ് ആൻഡ് ഇറ്റ്സ് ഹാസ് എ 2 ഫാരഡ് കപ്പാസിറ്റർ. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ആൻഡ് ഇങ്ങനെ ഒരു സർക്യൂട്ട് കയ്യിൽ കിട്ടി ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 of t നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇവിടെ ഏത് ലോ യൂസ് ചെയ്യാം? നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ആഷ്ന, ഓഡിബിൾ ആണോ? യെസ്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഈ സർക്യൂട്ട് അനലൈസ് ചെയ്യാൻ? ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 of t ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? യെസ്, ഗുഡ്. KVL യൂസ് ചെയ്യാം അല്ലെ. ഈ സർക്യൂട്ട് ഒരു സിംഗിൾ ലൂപ്പ് സർക്യൂട്ട് ആണ്. സോ നമുക്ക് ഇവിടെ KVL യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 of t കണ്ടുപിടിക്കാം. യെസ്, റൈറ്റ്. സോ ആൻസർ നമുക്ക് നോക്കാം. അപ്ലൈ KVL. ഓക്കെ, അപ്ലൈയിങ് KVL. ഈ ഒരു സർക്യൂട്ടിൽ KVL അപ്ലൈ ചെയ്ത ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. അനുശ്രീ ഒന്ന് ഇക്വേഷൻ പറഞ്ഞേ. KVL എന്തായിരുന്നു? KVL means if you are considering a closed loop, then total voltage in a closed loop is equal to 0. അല്ലേ? അതിൽ total supply voltage is equal to voltage drop across each component. ഓക്കെ, അതാണ് KVL എന്ന് പറയുന്നത്. ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ടോട്ടൽ വോൾട്ടേജ് ഈക്വൽ ടു 0 അല്ലെ, സമ്മേഷൻ ഓഫ് ടോട്ടൽ വോൾട്ടേജ് ഈക്വൽ ടു 0. ഓക്കെ, സമ്മേഷൻ ഓഫ് ടോട്ടൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 0 അങ്ങനെ തന്നെ പറയണം. എല്ലാ വോൾട്ടേജും സം ചെയ്യുകയാണെങ്കിൽ അത് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, സോ നമ്മളിവിടെ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ഈച്ച് കോമ്പണന്റ് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് പോകും. സോ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ഓക്കെ, ഇവിടെ ഈ ഒരു സർക്യൂട്ടിൽ KVL അപ്ലൈ ചെയ്ത ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. അനുശ്രീ വോയിസിൽ പറഞ്ഞോളൂ, ടൈപ്പ് ചെയ്യണമെന്നില്ല. V of t minus
വി ഐ ഓഫ് ടി അല്ല, ഇൻപുട്ട് സിഗ്നൽ അല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, വി ഓഫ് ടി മൈനസ് I into 1 യെസ് ഐ ഇൻറ്റു ഓക്കെ റെസിസ്റ്റൻസ് വാല്യൂ 1. ഓക്കെ, ഐ ഇൻറ്റു 1 minus 2i. ഓക്കെ ഓക്കെ ഗുഡ്. ഇവിടെ ഇല്ലേ ഈ -2i എന്നാണോ പറയാ? നമ്മുടെ കപ്പാസിറ്റർ ആണെങ്കിൽ ഇപ്പൊ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് വി ഇസ് ഈക്വൽ ടു സോറി, ഇപ്പൊ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു വാട്ട്? വി ബൈ ഐ, വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഐ ഇൻറ്റു ആർ എന്ന് പറഞ്ഞത് അല്ലേ? വേർ ഐ ഈസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദിസ് റെസിസ്റ്റർ ആൻഡ് ആർ ഈസ് ദ റെസിസ്റ്റൻസ് വാല്യൂ. സോ ആറിന് പകരം ഇവിടെ 1 ഉള്ളതുകൊണ്ട് ഐ ഇൻറ്റു 1 എന്ന് പറയാം. ഓക്കെ, ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ എങ്ങനെയാ പറയാ? കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കപ്പാസിറ്ററിന് അക്രോസ് നമ്മൾ എപ്പോഴും പറയാ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റർ വി സി ഇസ് ഈക്വൽ ടു 1 ബൈ സി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഐ ഡി ടി. ഓക്കെ, 1 ബൈ സി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഐ ഡി ടി. ഇത് നമ്മൾ മുന്നേ പഠിക്കുന്നതാണ്. ഓക്കെ, ഇത് വന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ട ടൈമില്ല, നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. അനുശ്രീ ഈ ഒരു ടേം ഓർക്കുന്നുണ്ടോ? And ഓക്കെ, അഞ്ജന, ആഷ്ന, ബോയ്സ്, ഡൊമിനിക് ഒക്കെ ഈ ഒരു ടേം അറിയോ? Capacitor voltage across a capacitor can be represented by Vc is equal to 1 by C integral I dt. Okay, അപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. റെസിസ്റ്ററിന് അക്രോസ് ആണെങ്കിൽ ജസ്റ്റ് വി ഇൻറ്റു ജസ്റ്റ് ആർ ഇൻറ്റു ഐ. ഓക്കെ, ഇൻഡക്ടർ ആണെങ്കിലോ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ആ രീതിയിലാണ്. ഇപ്പൊ ഇൻഡക്ടർ ആണെങ്കിൽ വി എൽ ആണെങ്കിൽ എന്താണ് ഇങ്ങനെ എഴുതുക? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഇൻഡക്ടർ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഓക്കെ, റെസിസ്റ്റർ ആണെങ്കിൽ വി ആർ ഇസ് ഈക്വൽ ടു വാട്ട്? ഐ ഓഫ് ടി ഇൻറ്റു ആർ. ഓക്കെ, ആ രീതിയിലാണ് എഴുതുക. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കണം. നമുക്കിങ്ങനെ സർക്യൂട്ട്സ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. സോ നമ്മളിവിടെ കെ വി എൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ റൈറ്റ് വി ഐ ഓഫ് ടി മൈനസ് if you're taking supply voltage is positive, then all voltage drop should be taken as negative. Okay, അത് നമുക്ക് കൺവെൻഷണൽ സൈൻ എടുക്കാം. ഒന്നിക്കൽ ക്ലോക്ക് വൈസ് സൈൻ എടുക്കാം, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് എടുക്കാം. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് വി ഓഫ് ടി പോസിറ്റീവ് വാല്യൂ എടുത്തെങ്കിൽ ബാക്കിയുള്ള ഡ്രോപ്പുകളൊക്കെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, സോ വി ഓഫ് ടി മൈനസ് ഹിയർ റെസിസ്റ്റൻസ് വാല്യൂ ഇസ് 1. ഓക്കെ, ബട്ട് അതിന്റെ ഫസ്റ്റ് കേസിൽ നമ്മൾ ആർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. Okay, so I of t into R, because I of t is the current flowing through this resistance. ഇവിടെ നമുക്ക് എല്ലാം ഈ ഒരു ടൈമിന്റെ വേരിയേഷനിൽ വരണം, ടൈം ഡൊമൈനിൽ കാണിക്കണം. നമ്മൾ ഈ ഒരു സിഗ്നൽസിലൊക്കെ നമ്മൾ സിഗ്നൽസിന് വിത്ത് റെസ്പെക്ട് ടു ടൈം ഡൊമൈൻ അല്ലെങ്കിൽ എസ് ഡൊമൈൻ അങ്ങനെയാണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, എല്ലാം ടൈം ഡൊമൈനിൽ കാണിക്കണം. സോ വി ഐ ഓഫ് ടി മൈനസ് ഐ ഓഫ് ടി ഇൻറ്റു ആർ മൈനസ് 1 by C into integral I dt. Okay, എല്ലാം ടൈം ഡൊമൈനിൽ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. Okay, that is equal to 0. That is equal to 0. ഇതാണ് ഇതിൽ KVL അപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. Okay. Then നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എല്ലാം ടൈം ഡൊമൈനിലാണ് ഉള്ളത്. നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം, ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിലും നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നു. Okay, so taking Laplace transform on both the sides. Taking Laplace transform on both the sides. നമുക്ക് എങ്ങനെ എഴുതാം? വി ഐ ഓഫ് ടി നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? സിമ്പിൾ ആണ്, വി ഐ ഓഫ് എസ്. ഓക്കെ, ടൈം ഡൊമൈനിലുള്ളതിനെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തു. വി ഐ ഓഫ് ടി എന്താവും? വി ഐ ഓഫ് എസ് ആവും. ദാറ്റ് ഈസ് മൈനസ് ഐ ഓഫ് ടി എന്താകും? ക്യാപിറ്റൽ ഐ ഓഫ് എസ് ആകും. ഓക്കെ, ഇൻറ്റു ആർ മൈനസ് 1 by z. 1 by z എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഹിയർ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും, വി സീറോ ഓഫ് ടി നമുക്ക് കണ്ടുപിടിക്കുന്നത് വി സീറോ ഓഫ് ടി അല്ലേ? ഈ 1 by c ഇന്റഗ്രൽ ഐ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വി സീറോ ഓഫ് ടി അല്ലേ? ഈ കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ വി ക്യാൻ റൈറ്റ് 1 by c ഇന്റഗ്രൽ ഐ ഡി ടി ഈസ് ഈക്വൽ ടു വാട്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു വി സീറോ ഓഫ് ടി. എഴുതിക്കൂടെ?
1/c integral I dt is equal to V0 of t. ഈ സർക്യൂട്ട് നമുക്ക് അതുപോലെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? യെസ്. ഓക്കെ, സോ 1/c integral I dt അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്താൽ എങ്ങനെ വരും? 1/c constant. Okay, what is the Laplace transform of integral I dt? Integral I dt യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? ഇന്റഗ്രൽ ആണെങ്കിൽ I of s by s എന്ന് വരും. ഓക്കെ, ഇന്റഗ്രൽ ആണെങ്കിൽ I of s by s എന്ന് വരും. ഡിഫറൻഷ്യൽ ആണെങ്കിൽ s into I of s എന്ന് വരും. അത് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പം ടൈം ഡൊമൈനിലാണുള്ളത് 1/c ഇന്റഗ്രൽ I dt ആണെങ്കിൽ we can write its Laplace transform as 1/c into I of s by s. ഓക്കെ, ഇന്റഗ്രൽ I dt യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം I of s by s ആണ്. ഇനി ഡിഫറൻഷ്യൽ I dt ആണെങ്കിൽ which means di by dt ആണെങ്കിൽ we can write s into I of s. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ ആയതുകൊണ്ട് I of s by s എന്ന് എഴുതാം. അപ്പം V0 of t നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ തന്നെ ശ്രദ്ധിക്കുക, ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഞാൻ എഴുതി. എന്താ എഴുതത്? 1/cs into I of s എന്ന് എഴുതി. ഓക്കെ, ഇനി that is equal to V0 of t. V0 of t. ഓക്കെ, ഓക്കെ, ദെൻ ഈ ഇക്വേഷനിൽ നമുക്ക് എന്താണ്? I of s minus is of r minus instead of 1/c integral I dt we can write V0 of s. Okay, because V0 of t യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? V0 of s ആണ്. അപ്പൊ ഈ രീതിയിലേക്ക് ഈ ഇക്വേഷനെ മാറ്റി എഴുതാം. ഇനി ഈ ഇക്വേഷൻ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? V0 of t ആണ്. അപ്പൊ V0 of t ആണെങ്കിൽ V0 of s equal to ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ V0 of t കിട്ടില്ലേ? കിട്ടില്ലേ? ഈ ഒരു കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് V0 of s equal to എന്നിട്ടൊരു ഇക്വേഷൻ എഴുതാൻ പറ്റുവാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടാൽ നമുക്ക് V0 of t കാണാൻ പറ്റില്ലേ? യെസ്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് എന്ത് കിട്ടി? V0 of Vi of s. Okay, Vi of s minus is of r minus V0 of s എന്ന് കിട്ടി. ഓക്കെ, ഈ ഇക്വേഷൻ ആണുള്ളത്. ഇനി ഇവിടെ വാട്ട് ഈസ് Vi of s? Vi of s എന്താ? നമ്മൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Vi of s മീൻസ് 1/s ആണ് അല്ലെ? Vi of t equal to u of t ആണ്. So Vi of s എന്താണ്? അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം that is 1/s. So instead of Vi of s we can write 1/s minus we will get V0 of s is equal to 1/cs into I of s. ഇത് നമ്മൾ മുന്നേ ഇവിടെ കണ്ടുവച്ചു. ഇതിൽ നമുക്ക് I of s ന്റെ ഒരു ഇക്വേഷൻ എഴുതിക്കൂടെ? I of s is equal to what? V0 of s into cs എഴുതിക്കൂടെ? ഈ ഇക്വേഷൻ I of s ന് V0 of s into cs എഴുതിക്കൂടെ? ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇക്വേഷൻ നമ്പർ 1 V0 of s കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അതിൽ എല്ലാ ടേംസിനെയും പറ്റുന്ന ടേംസിനെയൊക്കെ V0 of s ന്റെ ടേംസിലേക്ക് മാറ്റുകയാണ്. ഇവിടെ I of s ഉണ്ട്. ഓക്കെ, I of s നെ മാറ്റിയിട്ട് V0 of s ന്റെ ടേമിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. ഓക്കെ, ദാറ്റ് ഈസ് V0 of s is equal to 1/cs I of s ആണ്. അതിൽ നിന്ന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? I of s is equal to V0 of s into cs എന്ന് എഴുതാം. സോ ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് I of s I am writing V0 of s into cs that is into r minus V0 of s. ഓക്കെ, സോ ഇതിനെ വീണ്ടും എഴുതുകയാണെങ്കിൽ one by s is equal to V0 of s plus V0 of s into cs into r.
ഓക്കെ, ഇവിടെ നിന്ന് V0 of x കോമൺ ആയി പുറത്തെടുക്കും. ദാറ്റ് ഈസ് V0 of s into 1 plus RCS. Okay, and finally I can write V0 of s is equal to this term 1 by s denominator like 1 plus RCS വരും. Okay, so I can write 1 divided by s into 1 plus RCS. Okay, ഇതുപോലെ എഴുതാൻ പറ്റും. V0 of s is equal to 1 by s into 1 plus RCS. Okay, ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് വരെ കിട്ടിയല്ലേ, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ മോഡൽ കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ V0 of t കണ്ടുപിടിക്കാൻ വേണ്ടത് ദാറ്റ് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് V0 of s ആണ്. ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ടേംസിൽ എന്താണ്, എസ് പ്ലസ് എന്ന് പറയുന്നൊരു ടേം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് നീറ്റ് ആയിട്ട് അതിന് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതാൻ പറ്റുള്ളൂ. എസ് പ്ലസ് എന്ന് പറയുന്നൊരു ടേം വേണം. ഓക്കെ, ഇവിടെ എസ് പ്ലസിന് ഇൻസ്റ്റെഡ് ഓഫ് RCS plus 1 എന്നുള്ളത്. ഓക്കെ, അതിൽ ആ RC എന്നുള്ള ടേമിനെ നമുക്ക് റിമൂവ് ചെയ്യണം. സോ ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും RC വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1 by RC ഡിവൈഡഡ് ബൈ S ഇൻറ്റു, ഈ ടേംസിൽ RC വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1 by RC plus S എന്ന് കിട്ടും. ഓക്കെ, 1 by RC plus RCS by RC എന്താണ്, ക്യാൻസൽ ചെയ്തും S മാത്രം. സോ ഇതിനെ ഈ രീതിയിലേക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സമയമായി. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേമിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് A by S plus B divided by S plus 1 by RC എന്ന് എഴുതാം. ഓക്കെ, A divided by S plus B by S plus 1 by RC എന്ന് എഴുതാം. ഇതിന് ഈ മെത്തേഡിൽ എയും ബിയും വാല്യൂസ് കണ്ടുപിടിച്ചു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഓക്കെ, ഇതൊന്ന് ഹോംവർക്ക് ആയിട്ട് എടുക്കുക. ഈ ഒരു ടേമിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഒന്ന് കണ്ടുപിടിക്കും. നമുക്ക് നാളെ ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഹോംവർക്ക് ആയിട്ട് അതിന്റെ വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് പ്ലീസ് ഗിവ് അറ്റൻഡൻസ്.